ഇനി നമ്മുടെ വെസലിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് 5-സ്റ്റാർ ലക്ഷറി ഹോട്ടൽ. നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ MA യൂസുഫ് അലിയുടെ 5-സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. അതുപോലെ നമ്മുടെ വെസലിന്റെ നേരെ ബാക്കിലായിട്ട് നിങ്ങൾ നോക്കിയ ഒരുപാട് ചുവന്ന കളർ ക്രെയിനുകൾ കാണാം. നമ്മുടെ വെസലിന്റെ റൈറ്റ് സൈഡിലായിട്ട് നേരെ ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന ചുവന്ന കളർ ക്രെയിനുകളാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മുടെ INS വിക്രാന്ത് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വലിയ എണ്ണ ടാങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട്, യാത്രാ കപ്പലുകൾ. പിടിച്ചില്ലെങ്കിൽ ഈ 3 ഏരിയകളെയും ഒന്നിപ്പിക്കുന്നതാണ് ഈ ഗോസരി പാലങ്ങൾ ബാക്കി പോകുന്ന. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാൻഡ് ഹയാത്തിന്റെ സമീപത്തായിട്ട് കാണുന്ന ചെറിയ കെട്ടിടമാണ് ലുലു കോൾഗാട്ടി കൺവെൻഷണൽ സെന്റർ. നമ്മുടെ ലുലുവിന്റെ ഏഷ്യയിലെ നമ്പർ 1 കൺവെൻഷണൽ സെന്റർ ആണ് ലുലു കോൾഗാട്ടി കൺവെൻഷണൽ സെന്റർ. ചണ്ടി കണ്ട ചണ്ടി മറ്റേതാ കായലില് വെള്ളത്തില് ഇലകളൊക്കെ കണ്ട ചെടികള് ചണ്ടി കപ്പല് വലിയ ഷിപ്പ് നമ്മുടെ വെസലിന്റെ റൈറ്റ് സൈഡിലുള്ളതാണ് കണ്ടൽ കാടുകൾ. നമ്മുടെ സുനാമി മുതൽ ചുഴലിക്കാറ്റുകളെ വരെ തടഞ്ഞു നിർത്താൻ കരുത്തരായിട്ടുള്ള കാടുകളാണ്. ഇവിടെ കരുത്ത് എന്ന് പറയുന്നത് ഇവിടെ മരങ്ങളുടെ വേരുകൾ ഒരുപാട് ആഴത്തിൽ മണ്ണിന്റെ അടിയിലേക്ക് പോകും. മണ്ണിന്റെ മുകളിലും സ്പ്രെഡ് ആവും. സോ ഈ മണ്ണിന്റെ മുകളിൽ സ്പ്രെഡ് ആവുന്ന വേരുകൾ നമ്മൾ കൈകൾ ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരു ഇന്റർലോക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അതാണ് ഈ മരങ്ങളുടെ കരുത്ത്. പഠനങ്ങൾ പറയുന്നത് ഒരു സുനാമി തിരമാലയുടെ 5 മുതൽ 35% വരെ ഉയരവും വേഗതയും നഷ്ടപ്പെടും ഇവരുടെ ഒരു വരിയിൽ വന്ന് പതിച്ചാൽ. സോ ഇവർ കാട് കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശം സുനാമിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കടന്നു പോകാനാവില്ല. അങ്ങനെ സുനാമിയിൽ നിന്ന് ഈ കണ്ടൽക്കാട് സംരക്ഷിച്ചതാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ. 2004 സുനാമിയിൽ നിന്ന് ഈ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വെസലിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കി ഒരു വെള്ള കളർ പൈപ്പ് ലൈൻ കണ്ടോ നിങ്ങൾ? അവിടെ ആയിട്ട് കുറച്ച് മുൻവശത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അതാണ് ആ കാണുന്ന പൈപ്പ് ലൈനാണ്, വൈറ്റ് കളർ പൈപ്പ് ലൈനാണ്. നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറിലോട്ട് പോകുന്ന പൈപ്പ് ലൈനുകളാണ് അതൊക്കെ. സോ വലിയ എണ്ണ കപ്പലുകൾ ക്രൂഡ് ഓയിലുമായി വന്നിട്ട് അവിടെ ആങ്കർ ചെയ്യും. നങ്കൂരമിട്ട ശേഷം അവർ കൊണ്ടുവന്ന ക്രൂഡ് ഓയിൽ ഈ പൈപ്പ് ലൈൻ വഴിയാണ് നേരെ ഇങ്ങോട്ട് അയക്കുന്നത്, നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറിലോട്ട് അയക്കുന്നത്. ഇനി നിങ്ങൾ ആ കാണുന്ന ഒരു പ്രദേശം, നമ്മുടെ ആ 2 വലിയ സിമെന്റ് ടാങ്കുകളും കപ്പലുകളൊക്കെ നിർത്തിയിട്ടിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കിയാൽ കാണുന്ന പ്രദേശമാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഓക്കെ, സോ ആരാണ് കൊച്ചിക്ക് ഒരു പോർട്ട് നിർമ്മിച്ചത്? കൊച്ചിക്ക് പോർട്ട് നിർമ്മിച്ചത് ആരാ? പിണറായി സർക്കാർ. ആരാണ്?
സോ കൊച്ചിക്ക് പോർട്ട് നിർമ്മിച്ചത് ലോർഡ് വില്ലിംഗ്ടൺ. ഓക്കെ, ലോർഡ് വില്ലിംഗ്ടൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രഭുവാണ്. സോ അവർക്കുണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കായലിന് ആഴം കുറവായിരുന്നു. ഓക്കെ, സോ ഇവിടെ 16 to 20 മീറ്റർ ആഴം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വലിയ കപ്പലുകൾക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ 6 വർഷം തുടർച്ചയായിട്ട് ഈ കായലിന്റെ മണ്ണെടുത്തു. ഓക്കെ, ആ എടുത്ത മണ്ണ് അവിടെ ചെറിയൊരു ദ്വീപ് ഉണ്ടായിരുന്നു, അതിന്റെ 4 വശത്തും വെച്ചിട്ട് അവർ സൃഷ്ടിച്ച മനുഷ്യനിർമ്മിത ദ്വീപാണ് എന്ത്, വില്ലിംഗ്ടൺ ഐലൻഡ്. ഇന്ത്യയുടെ ആദ്യത്തേതും മോസ്റ്റ് ലാർജസ്റ്റും ആയിട്ടുള്ള മാൻമെയ്ഡ് ഐലൻഡ് ആണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ഓക്കെ, അതിന്റെ പുറമെ ഇതിന്റെ അകത്ത് INS ഗരുഡ എന്ന് പറയുന്ന INS വെല്ലുവിളിക്ക് എന്ന് പറയുന്ന നമ്മുടെ നേവിയുടെ ഒരു ബേസ് വരുന്നുണ്ട്, അറിയാലോ. അവരുടെ അണ്ടറിൽ വരുന്ന ഒരു എയർഫോഴ്സിന്റെ യൂണിറ്റ് ആണ് INS ഗരുഡ. നമ്മുടെ 2018 വെള്ളപ്പൊക്ക സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ അയച്ച ബേസ് ആണ് INS ഗരുഡ. നമ്മുടെ കേരളം 1980 മുതൽ 2000 വരെ ഈ ഒരു യുദ്ധവിമാനത്താവളം നമ്മൾ എയർപോർട്ടായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം INS ഗരുഡ എന്ന് പറയുന്ന യുദ്ധവിമാനത്താവളത്തിനുണ്ട്. ഓക്കെ, ഇതിന് 775 ഏക്കറോളമാണ് ഇതിന്റെ ഏരിയ വരുന്നത്. റോബർട്ട് ക്രിസ്റ്റോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു ഈ ഐലൻഡിന്റെ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട്. ഓക്കെ, ഇനി നിങ്ങൾ അവിടെ ഒരു ജപ്പാൻ സ്റ്റൈൽ ബിൽഡിംഗ് ഉണ്ടോ, അങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള റൂഫുകളൊക്കെ ആയിട്ട്, അതാണ് നമ്മുടെ പോർട്ട് കൺട്രോൾ വരുന്നത്. നമ്മുടെ റോഡിൽ ട്രാഫിക് കൺട്രോൾ റൂമിന്റെ അതേ ജോലിയാണ് പോർട്ട് കൺട്രോളർ ഇവിടെ ചെയ്യുന്നത്. ചെറിയ ബോട്ടുകൾ മുതൽ വലിയ കപ്പലുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഇവിടെ അവരുടെ പവർ എത്രത്തോളാണെന്ന് വെച്ചാൽ നേവിയുടെ കപ്പലാണെങ്കിലും ശരി, അവരുടെ ക്ലിയറൻസ് കിട്ടാതെ അകത്തേക്ക് പ്രവേശിക്കാനോ പുറത്തേക്ക് പോകുവാനോ പാടുള്ളതല്ല. ഓക്കെ, ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മാത്രമേ നേവിക്ക് എന്ത് ആവശ്യമുള്ളൂ, ഇവരുടെ ക്ലിയറൻസ് ആവശ്യമില്ലാതെ വരുള്ളൂ. ബാക്കി എല്ലാ ടൈമിലും ഇവരുടെ ക്ലിയറൻസ് വേണം. ഓക്കെ, ഇനി ആ പാസ് ചെയ്യുന്നതാണ് നമ്മുടെ വെസലിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കിയാൽ ആ പാസ് ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ. ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ അതാണ് കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ വരുന്നത്. ഇത് നമ്മുടെ എറണാകുളത്തിന് വൈപ്പിനിലോട്ട് ഫോർട്ട് കൊച്ചിയിലോട്ട് സർവീസ് ഉണ്ട്. വൈപ്പിന് നേരെ മീൻസ് നമ്മൾ പോകുന്നതിന് നേരെ ഡയറക്ഷനിൽ വൈപ്പിനാണ്. ഇനി വരുന്നത് നിങ്ങൾ ആ ഒരു ഫ്ലാറ്റ് പോലത്തെ ബിൽഡിംഗ് ഉണ്ട്, 8 നില കെട്ടിടം. ആ ജപ്പാൻ സ്റ്റൈൽ ബിൽഡിങ്ങിന് കുറച്ച് മുന്നോട്ടായിട്ട് നിൽക്കുന്ന ഒരു 8 നില കെട്ടിടം കണ്ടോ, ഫ്ലാറ്റ് പോലത്തെ. അതാണ് നമ്മുടെ താജ് മലബാർ എന്ന് പറയും. കേരളത്തിന്റെ ആദ്യത്തെ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പഴയ സമയത്ത് മാച്ച് ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ താമസിച്ചിരുന്ന ഹോട്ടലാണ് താജ് മലബാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോകാൻ നല്ല സർവീസും കിട്ടും. 500 രൂപക്ക് ഒരു ഗ്ലാസ് ചായ തരും അവരൊക്കെ. അതാണ് താജ് മലബാർ. മുസ്ലിം നോക്കിയേ. ഇനി നമ്മുടെ വെസലിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നേരെ നോക്കി കാണുന്ന വെള്ള കളർ കപ്പലുകളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ. ഓക്കെ, ഒരു തവണ 20 കോടിയുടെ മയക്കുമരുന്ന് നമ്മുടെ നടുക്കടലിൽ പിടികൂടിയ ഗ്രൂപ്പാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. അതുപോലെ 7-8 തവണ ഡ്രഗ് കൺസൈൻമെന്റ് സീസ് ചെയ്തിട്ടുണ്ട് അവര്. അതിന്റെ പുറമെ ഈ കടലിലേക്ക് പോകുന്ന കപ്പലുകൾ ഉണ്ടല്ലോ, ഇവിടെ ടൂറിസം കപ്പലുകൾ, അവർക്ക് എസ്കോർട്ട് കൊടുക്കുന്ന ഗ്രൂപ്പൊക്കെ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തന്നെയാണ്. വളരെയധികം ഒരു കെയറിംഗ് ടൈപ്പ് ഗ്രൂപ്പാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇനി നമ്മുടെ വെസലിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് വല്ലർപാട് കണ്ടെയ്നർ ടെർമിനൽ അല്ലെങ്കിൽ ദുബായ് പോർട്ട് വേൾഡ്. ഓക്കെ, ഇത് 2011 ദുബായ് പോർട്ട് വേൾഡ് ആണ് നിർമ്മിച്ചത്. കാരണം അവർ നമ്മളുമായി വെച്ച എഗ്രിമെന്റ് 40 വർഷത്തേക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശമാണ്. സോ ഇനി ഒരു 30 വർഷക്കാലത്തേക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം ദുബായ് പോർട്ട് വേൾഡിന്റെ കയ്യിൽ തന്നെയാണ്. ഈ കണ്ടെയ്നറുകളുമായിട്ട് വരുന്ന ചരക്ക് കപ്പലുകൾ തന്നെയാണ് അധികം ഇവിടെ വരാറ്.
ഇതാണ് നമ്മുടെ പോർട്ടായിട്ട് വരുന്ന ഒരു ഏരിയ, അതായത് ലോഡിങ്ങും അൺലോഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ഈ ഒരു ടെർമിനലാണ്. ബാക്കി അങ്ങോട്ട് നേവിയുടെ കയ്യിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ സൈഡിലോട്ട്. കപ്പലിൽ കണ്ടെയ്നറുകൾ കയറ്റുന്നതും ഇറക്കുന്നതുമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തവണ ഫിഷുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ബോട്ടിനുള്ളിൽ പാട്ടുകളൊക്കെ വെച്ച് കുട്ടികൾ ഡാൻസൊക്കെ കളിച്ചിരുന്നു. ഇതിനിടയിൽ മത്സ്യങ്ങളെ പിടിക്കുന്നതിനായി പക്ഷികൾ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചകളും നമ്മൾക്ക് കാണാം. അടുത്തു കാണാൻ പോകുന്നതാണ് മണ്ണുമാന്തിക്കപ്പൽ. ഒരു മോട്ടറൈസ്ഡ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക, മണ്ണ് വലിച്ചെടുക്കുക. ആ പിന്നിൽ നമ്മുടെ പുറകിലായിട്ട് പോകുന്നത് അതാണ് അറബിക്കടൽ. ഓക്കെ, ഇനി ആരും കടൽ കണ്ടിട്ടില്ല എന്ന് പറയരുത്. ആ കാണുന്നതാണ് നമ്മുടെ അറബിക്കടൽ. ഈ രണ്ട് സൈഡിലുമായിട്ടുള്ളതാണ് നമ്മുടെ ചീനവലകൾ വരുന്നത്. ഈ ഭാഗങ്ങളിലായിട്ട് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ചീനവലകൾ. ഒരു ലിവർ യൂസ് ചെയ്തിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക, താഴ്ത്തലും പൊന്തിക്കലും. പുറകിൽ ആ കാണുന്നതാണ് വാട്ടർ മെട്രോയുടെ കൊച്ചി സ്റ്റേഷൻ. ഓക്കെ, ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ ആണ് ആ കാണുന്നത്. ഇനി നമ്മുടെ മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും അകത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഗുജറാത്തി കോളനി ഉണ്ട്. 8000 ഗുജറാത്തികൾ താമസിക്കുന്ന 225 വർഷം മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കോളനിയാണ്. അതുപോലെ ഈ ഗുജറാത്തികൾ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഗുജറാത്തി സ്ട്രീറ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു ജൂത പട്ടണമുണ്ട്, 2 ജൂത പള്ളികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മട്ടാഞ്ചേരി പാലസ് വരുന്നുണ്ട്, നേവിയുടെ മ്യൂസിയം വരുന്നുണ്ട്, അതുപോലെ ഡച്ച് സിമെട്രി വരുന്നുണ്ട്, സെന്റ് ഫ്രാൻസിസ് ചർച്ച് വരുന്നുണ്ട്. നമ്മുടെ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഈ 2 റീജിയന്റെ അകത്താണ് ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോർട്ട് കൊച്ചിയും അതുപോലെ തന്നെ നമ്മുടെ വാസ്കോ ഡ ഗാമ ചർച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ടൈം അതിന് സമീപത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ പഴയ കാലത്ത് ഡച്ചുകാരും പോർച്ചുഗീസുകാരും നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ്. ഓക്കെ, സോ അത് പൊളിക്കാതെ അവരെന്ത് ചെയ്തു, അതിന്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഹോട്ടലായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താണ് ഇവിടുത്തെ നാട്ടുകാരെത്തുന്നത്. ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ ബോട്ട് സവാരി അവസാനിപ്പിച്ച് കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.